നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ, അതുകൊണ്ട് നിൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ശതാധിപൻ യേശുവിനോട് പറഞ്ഞ വാക്കുകൾ. യേശു കഫർനഹൂമിൽ എത്തിയപ്പോൾ അവിടെ ഒരു ശതാധിപൻ തൻ്റെ ദാസന് ദീനം വന്നത് നിമിത്തം അവന് സൗഖ്യം ലഭിക്കേണ്ടതിന് യേശുവിൻ്റെ അടുക്കൽ ആളയച്ചു. യഹൂദന്മാരുടെ മൂപ്പന്മാരാണ് യേശുവിൻ്റെ അടുക്കൽ ചെന്നത്. മൂപ്പന്മാർ ആ ശതാധിപനെ കുറിച്ച് യേശുവിനോട് പറയുകയാണ്, നീ എന്തുകൊണ്ടും ആ വീട്ടിൽ പോകുവാൻ അവൻ യോഗ്യനാണ്, അവൻ നല്ലവനാണ്, അവൻ ജനത്തെ സ്നേഹിക്കുന്നവനാണ്, അവൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു പള്ളി പണിതു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പുറമെ നിന്ന ആളുകൾ ശതാധിപനെ നോക്കിയപ്പോൾ അവൻ നല്ലവനാണ്, സ്നേഹമുള്ളവനാണ്, പള്ളിക്ക് വേണ്ടി, ആലയത്തിനു വേണ്ടി വലിയ കാര്യങ്ങളൊക്കെ ചെയ്തവനാണ്. എന്നാൽ ഇതൊക്കെ ചെയ്തു എന്ന് ജനം പറയുന്ന വ്യക്തി പറയുന്ന വാക്കുകൾ ഇന്ന് പകൽ നാം ശ്രദ്ധയോടെ കേൾക്കണം. എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, ഞാൻ ദൈവത്തിനു വേണ്ടി ചെയ്തു, ഞാൻ ചെയ്തു എന്നല്ല അവൻ പറഞ്ഞത്. അവൻ പറഞ്ഞത് ഞാൻ പോരാത്തവൻ എന്നാണ്. ദൈവമേ, ഞാൻ യോഗ്യനല്ല എന്നാണ് അവൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ നാം തിരിച്ചറിയണം, എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി നമ്മിലൂടെ വെളിപ്പെടുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് ദൈവമാണ്, നമ്മളല്ല. എന്തെങ്കിലും ഒരു കാര്യം ദൈവത്തിന് വേണ്ടി നാം ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. എന്നാൽ ചെയ്തത് ദൈവത്തിൻ്റെ ആത്മാവാണ്. പ്രിയപ്പെട്ടവരെ, തിരുവെഴുത്തിൽ കാണുന്ന പ്രവൃത്തികൾ മുഴുവനും ചെയ്തത് പരിശുദ്ധാത്മാവാണ്. ഇന്ന് പകൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? ആ മനുഷ്യൻ താഴ്ത്തിയതുപോലെ നാം താഴ്ത്തണം. ദൈവമേ, ഞാൻ യോഗ്യനല്ല. രാജകൊട്ടാരത്തിൽ രാജപദവി അലങ്കരിക്കുന്ന ദാവീദ് പറഞ്ഞു, ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാനും എൻ്റെ കുടുംബവും എന്തുള്ളൂ ദൈവമേ. ഇസ്രായേൽ ജനത്തെ മിദ്യാനയുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ ദൈവം ഗിദയോനെ വിളിക്കുമ്പോൾ ഗിദയോൻ പറഞ്ഞു, മനശ്ശയിൽ എൻ്റെ കുലം എളിയതും ഞാൻ ഏറ്റവും ചെറിയവനുമല്ലോ. അതെ പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും ചെറിയവരാണ്, നമ്മളെപ്പോഴും എളിയവരാണ്. എന്തെങ്കിലുമൊക്കെ ഒരു നന്മയുണ്ടെങ്കിൽ അത് മുഴുവനും ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. എന്ത് ചെയ്താലും അത് ദൈവമാണ് ചെയ്തത് എന്ന ഒരു വെളിപ്പാട് നമ്മെ ഭരിക്കട്ടെ. അധികമായിട്ടൊന്നും നാം ഇവിടെ ചെയ്യുന്നില്ല, ചെയ്യേണ്ടതേ ചെയ്യുന്നുള്ളൂ. അതും നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടല്ല. ദൈവരാജ്യത്തിൽ നാം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. അങ്ങനൊരു ചിന്ത നമുക്ക് വന്നാൽ നമുക്കൊത്തിരി താഴുവാൻ കഴിയും. താഴ്മയുള്ളവർക്കാണ് ദൈവം അധികം കൃപ കൊടുക്കുന്നത്. നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കും. ഇന്ന് പകൽ
നമ്മെ താഴ്ത്തി പ്രാർത്ഥിക്കാം. സർവമഹത്വവും പുകഴ്ചയും ആരാധനയും സ്തുതിയും സ്തോത്രവും ദൈവത്തിന് കരേറ്റാം. വചനത്തെ ഏറ്റെടുക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.